ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്നത്തത് നമ്മുടെ മോങ്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ എനിക്കിന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിട്ട് ചേച്ചിക്കും മോങ്കുട്ടനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ കുറച്ചധികം സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ മൂന്നുപേരും കൂടെ എത്തിയത്. അവർക്ക് രണ്ടുപേർക്കും ഇന്ന് ലീവാണ്. അല്ലായിരുന്നെങ്കിൽ അവരെ കൊണ്ടുവരത്തില്ലായിരുന്നു. ഉച്ചയായതുകൊണ്ട് റബേക്കയ്ക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം നമ്മൾ പോങ്ങുമ്പോഴുള്ള അനാമിക ബേക്കറിയിൽ നിന്നാണ് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് ചിക്കുൻ്റെ കസിൻ്റെ ഷോപ്പാണ്. ഞാൻ വേറെ ഏതൊരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം അറിയാമോ? കണ്ടിത് വൈറ്റ് ആണ്, കണ്ട അതിന്റെ പുറത്ത് അവർ ബ്ലാക്ക് ഇട്ടിരിക്കണം. കേക്ക് മാത്രമേ വാങ്ങുമെന്നുള്ള ഉറപ്പിലാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് തീരുമാനങ്ങളൊക്കെ മാറി. കേക്ക് ഓൾറെഡി അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അവൻ പിന്നെയും കേക്ക് മാറ്റി പറഞ്ഞു. ബ്ലാക്ക് വേണ്ട, വൈറ്റ് വേണമെന്നായിരുന്നു അവിടെ എത്തിയപ്പോൾ പിന്നെ ബഹളം. റബേക്ക പിണങ്ങിയിരിക്കുകയാണ്. ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ അമ്മ ജോലിക്കല്ലേ പോയി. അമ്മ അവിടെ നിങ്ങൾ എന്നെ വിളിക്കാൻ വന്നല്ലോ. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ ഡ്രാമ ക്യൂൻ. ഡ്രാമക്യൂന് ഉറക്കത്തിൽ ചെരുപ്പൊക്കെ വരും, പക്ഷെ കണ്ണ് തുറക്കൂല. ഫൈനലി വീട്ടിലെത്തി. വീട്ടിൽ മൊത്തത്തിലൊരു പെയിന്റിന്റെ മണമാണ്. അലമാരയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ കേക്കൊക്കെ നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ മോങ്കുട്ടിന് ഇന്ന് ക്ലാസ് ഇല്ല, അതുകൊണ്ട് സർപ്രൈസ് ചെയ്യാൻ പറ്റൂല. ഞങ്ങളൊരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് ട്രൈ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ തുടങ്ങി. റബേക്കയാണ് ക്യാമറാമാൻ. എടാ അവിടെ ക്യാമറ കാണില്ല. എന്തടാ നാണിക്കാട് കുഞ്ഞിക്കുട്ടൻ നിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണടാ. ഹാപ്പി ബർത്ത്ഡേ നിന്റെ അമ്മയ്ക്കിന്ന് സ്കൂൾ ടൂർ ആയിരുന്നു. അപ്പം അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് നെല്ലിക്കയും നല്ല ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിയിട്ട് വന്നു.
അമ്മുവും ചിക്കും കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകത്തില്ല, അവരിനിയും നൈറ്റേ വരത്തുള്ളൂ. അങ്ങനെ അവർ പോയി. ഈ പോർഷനൊക്കെ കുറച്ച് ലെങ്തി ആയിട്ട് ഞാൻ കട്ട് ചെയ്യാത്തത്, കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അവർക്ക് കാണാമല്ലോ, അതുകൊണ്ടാണ്. എന്തായിരുന്നാലും അവർ കേക്ക് കട്ടിങ്ങിന് വലിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇത് കണ്ടിട്ട് റബേക്കയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ചർച്ചിലൊന്നും ഭയങ്കര മിടുക്കന്മാരായിരുന്നു. ഊതിക്കോ അല്ലെങ്കിൽ അത് പോകും. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേച്ചി അവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യം വാവയ്ക്ക് കൊടുക്കാം നോക്കട്ടെ. ഇങ്ങനെ എടുക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ. ഇതിനിടയിൽ പ്രെയറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജ്വല്ലറി ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ചിക്കുവും പപ്പയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ മോങ്കുട്ടിന് വാങ്ങിയ ഗിഫ്റ്റാണത്, ഒരു JCB. അവനെന്തായാലും ഗിഫ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവനൊരു ഷൂ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്, കുറച്ച് മുന്നേ ഓർഡർ ചെയ്തു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അത് നന്നായിട്ട് ലേറ്റായിട്ടാണ് വന്നത്, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അവൻ ആ ഷൂ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ അവസാനം ഞാൻ അത് റിട്ടേൺ കൊടുത്തിട്ട് അവൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു ഡ്രം സെറ്റാണ്. പിന്നെ ആ ഡ്രം സെറ്റ് തന്നെ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. അത് പൈസയാണ് ചേച്ചി അവനൊരു സ്റ്റഡി കിറ്റാണ് വാങ്ങിക്കൊടുത്തത്. എന്തായിരുന്നാലും ബർത്ത്ഡേ സെലിബ്രേഷനിൽ അവൻ ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫൈഡും ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെ വന്നെ കൊള്ളാമോടാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.